നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജിക്ക് ജീവപര്യന്തം തടവും 15 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. പിഴത്തുക കേസിലെ സാക്ഷിയായ അമ്മാവൻ ജോസ് സുന്ദരത്തിന് നൽകാനും കോടതി വിധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വി.എസ്. ആനന്ദു ചേരുന്നു. ആനന്ദു, കേരളം ഞെട്ടിയ സംഭവമായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലക്കേസ്. ഇപ്പോൾ 8 വർഷങ്ങൾക്ക് ശേഷം വിധി വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കുന്നത്? നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രതിയായ കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും അതോടൊപ്പം തന്നെ ആകെ 15 ലക്ഷം രൂപ പിഴയുമാണ് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള കെ വിഷ്ണു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 302 വകുപ്പ് പ്രകാരമാണ് ജീവപര്യന്തം വെച്ചിരിക്കുന്നത്. ഈ 4 കൊലപാതകങ്ങളും ഒറ്റ എഫ്ഐആറിലായിരുന്നു പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. അതിന് ജീവപര്യന്തം ശിക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിച്ചതിനും അതോടൊപ്പം ഈ വീടിന് തീയിട്ടതുമായിട്ട് 2 വകുപ്പുകൾ കൂടി ചേർത്തിരുന്നു. അതിന് രണ്ടിനും 5ഉം 7ഉം വർഷം വീതം പിഴയുണ്ട്, തടവും പിഴയുമുണ്ട്. 201 വകുപ്പ് പ്രകാരം 5 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും അതോടൊപ്പം 436 വകുപ്പ് പ്രകാരം 7 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട്. ആകെ അങ്ങനെ 12 വർഷത്തെ തടവ് ഈ തെളിവ് നശിപ്പിക്കലിനും അതോടൊപ്പം തന്നെ വീട് നശിപ്പിക്കാൻ ശ്രമിച്ചതിനുമുള്ള വകുപ്പുകൾക്കുണ്ട്. ആ 12 വർഷത്തെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമായിരിക്കും ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കുക എന്നിപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ പിന്നെ ഈ കൊല്ലപ്പെട്ട 4 പേർക്ക് 3 ലക്ഷം രൂപ വീതം പിഴയടക്കണം. അങ്ങനെ 12 ലക്ഷം രൂപ, തെളിവ് നശിപ്പിക്കാനും വീട് നശിപ്പിക്കാനും ശ്രമിച്ചതിന് എല്ലാം 3 ലക്ഷം രൂപ, അങ്ങനെ 15 ലക്ഷം രൂപയാണ് ആകെ പിഴ. ഈ 15 ലക്ഷം പിഴത്തുക പ്രതിയുടെ അമ്മാവനായ ജോസിന് നൽകണമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ജോസാണ് ഇതിലെ ജോസിന് വേണ്ടി നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം പ്രോസിക്യൂഷൻ ഈ വിധിയിൽ തൃപ്തിയുണ്ടെന്ന് അല്പസമയം മുൻപ് പറയുകയുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ വിധിയിൽ തൃപ്തരാണ്. വധശിക്ഷയ്ക്ക് വേണ്ടിയാണ് വാദിച്ചതെങ്കിൽ പോലും ജീവപര്യന്തം ശിക്ഷയും പിഴയും അടക്കമുള്ള ഈ ശിക്ഷ സ്വീകാര്യമാണെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. അപൂർവമായ കേസാണ്. സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ വധശിക്ഷ അടക്കം നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർ നടപടികൾ കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം ഇതിനെ ചലഞ്ച് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനിക്കുമെന്നും പ്രോസിക്യൂട്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും സമാനമായ പ്രതികരണമാണ് ഉണ്ടായത്. കേഡലിന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങളടക്കം ഇല്ല എന്ന് തെളിയിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നു. ഈ പിടിയിലായതിനു ശേഷമാണ് 2 തവണ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കേഡൽ എത്തിയത്. ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കാൻ സാധിച്ചു. അത്തരത്തിലാണ് കേസിന്റെ ഗതികൾ മുന്നോട്ട് പോയത്. എന്തായാലും ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയും 15 ലക്ഷം രൂപ ആകെ പിഴയും ഇപ്പോൾ കേഡൽ ജിൻസൺ രാജയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്.